ഹിബോൺ ചാക്കോ എഴുതിയ അഫെയർ എന്ന കഥ. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്. അഫെയർ ഇറോട്ടിക് ത്രില്ലർ പാർട്ട് 1. 1. തൻ്റെ ജോലി തീർത്തെത്തിയ നേഴ്സ് ട്രേയുമായി നേഴ്സിംഗ് ക്യാബിനിലേക്ക് പ്രവേശിച്ചതും എതിർവശത്തായി ഇരുന്നിരുന്ന യുവതി ഹാൻഡ് ബാഗുമേന്തി ചാടി എഴുന്നേറ്റു ധൃതി ഭാവിക്കും വിധം. ചേച്ചി പൊയ്ക്കൊള്ളാൻ മേലായിരുന്നു. ട്രേ അടുത്തായുള്ള ടേബിളിൽ തൽക്കാലത്തേക്ക് എന്ന വിധം വെച്ച ശേഷം നേഴ്സ് യുവതിയോടായി പറഞ്ഞു, ആരെങ്കിലും ഒന്ന് വന്നിട്ട് പോകാമെന്ന് വിചാരിച്ചിരുന്നതാ. സായാഹ്നം മങ്ങിത്തീർന്നിരിക്കുന്നതിൻ്റെ ലക്ഷണം ക്യാബിൻ്റെ വിൻഡോയിലൂടെ പ്രവേശിക്കുന്നത് തടയും വിധം പഴയപടി നിന്നിരുന്ന യുവതി മറുപടിയായി പറഞ്ഞു ഇങ്ങനെ, അവരൊക്കെ ഇനി ഇവിടേക്ക് വരണമെങ്കിൽ കുറേ പാടുപെടും. നല്ല ജോലി എല്ലാത്തിനും കിട്ടിയിട്ടുണ്ട്. ഉടനടി ഇരുകൈകളും അരക്കി കൊടുത്ത് നിന്ന ശേഷം നേഴ്സ് മറുപടി ഇങ്ങനെ നൽകി, എടി എന്നാൽ ഞാൻ പഞ്ച് ചെയ്തിട്ട് അങ്ങ് ഇറങ്ങുക. ഇതും പറഞ്ഞ് വലിയ തെറ്റില്ലാത്ത രീതിയിൽ കോട്ടും സ്യൂട്ടും ധരിച്ചിരിക്കയിൽ യുവതി തൻ്റെ സ്ഥാനത്തു നിന്നും മുന്നോട്ടാഞ്ഞു തോളിൽ ഹാൻഡ് ബാഗ് ഭദ്രപ്പെടുത്തി. ആരും പോകാത്ത ആ വഴിയിലൂടെയാണ് എന്നും പോവുക അല്ലേ? പഴയപടി നിൽക്കെ തന്നെ കടന്നു പോകുന്ന യുവതിയോടായി കഴുത്തു മാത്രം വലത്തേക്ക് തിരിച്ച് നേഴ്സ് പൊടുന്നനെ ബലമില്ലാതെ പറഞ്ഞു, ഓഹ് എനിക്ക് ആ വഴിയോട് ഇത്തിരി ചായവുണ്ട് മോളെ. സമാധാനത്തോടെ സ്വാതന്ത്ര്യമായിട്ട് പോകാമല്ലോ. വരാന്തയിലേക്ക് നേഴ്സ് വന്ന വഴി ഇറങ്ങുവാൻ നേരം തൻ്റെ തല മാത്രം അകത്തേക്ക് വെച്ചുകൊണ്ട് യുവതി ഇങ്ങനെ പറഞ്ഞു. നേഴ്സ് അപ്പോഴേക്കും യുവതിക്ക് നേരെ തിരിഞ്ഞിരുന്നു. എന്നാൽ ചേച്ചി സമാധാനമായിട്ട് വിട്ടോ? മന്ദഹസിച്ചുകൊണ്ട് നേഴ്സ് ഇങ്ങനെ മറുപടി നൽകിയതും പതിവായി പറയുന്നതെന്തോ ബാക്കി വെച്ച വിധം മറുപടി നൽകാതെ വേഗം യുവതി അപ്രത്യക്ഷയായി. പഞ്ച് ചെയ്തതിന് ശേഷമെന്ന വിധം ലിഫ്റ്റിലേക്ക് നടക്കവേ തൻ്റെ ഹാൻഡ് ബാഗിൽ നിന്നും സൈലൻറ്റ് മോഡിലായിരുന്ന മൊബൈൽ എടുത്തു നോക്കി യുവതി. വിദേശത്ത് നിന്നെന്ന വിധമുള്ള ഒരു നമ്പറിൽ നിന്നും 2 മിസ്ഡ് കോളുകളും ഒരു മെസ്സേജും അതിൽ വന്നു കിടക്കുന്നുണ്ടായിരുന്നു. മുന്നിലായി കണ്ട ലിഫ്റ്റിനെ ഒന്ന് നോക്കിയ ശേഷം വേഗത്തിൽ വാട്സാപ്പിലെ ആ വോയിസ് മെസ്സേജ് അവൾ പ്ലേ ചെയ്തു. ഹണി, ഇതാണെൻ്റെ പുതിയ നമ്പർ. നീ ഫ്രീ ആയിരിക്കുമെന്ന് വെച്ചാ വിളിച്ചത്. എനിക്ക് ഓഫീസിൽ പോകാൻ ടൈമായി. അവൻ്റെ എക്സാം ഇന്ന് കഴിഞ്ഞു കാണുമല്ലോ. അവനൊരു സർപ്രൈസ് കൊടുത്തേക്കാം. ഇത്രയും കേട്ട് മെസ്സേജ് തീർന്നതും അവൾ ലിഫ്റ്റിനടുത്തെത്തിയതും ഒരുമിച്ചായിരുന്നു. മറ്റൊന്നും വകവയ്ക്കാതെ അവൾ മൊബൈൽ ബാഗിലേക്കിട്ട ശേഷം ഉടനെ ലിഫ്റ്റ് ഓപ്പൺ ചെയ്യുവാൻ നോക്കി. അത് പക്ഷേ മുകളിൽ നിന്നും വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ലഘുവായി കൈകൾ മുന്നിൽ മടക്കിക്കെട്ടി വലതു കാൽപാദം അനക്കി തിടുക്കം പ്രകടമാക്കി. പഞ്ചിങ് കഴിഞ്ഞ് വന്ന വഴി അവൾക്ക് ശ്രദ്ധിക്കുവാൻ മാത്രം ആരും ഉണ്ടായിരുന്നില്ല. അല്പനിമിഷത്തിനകം ലിഫ്റ്റ് തുറക്കപ്പെട്ടു മെല്ലെ. അവൾ തിടുക്കം ഭാവിച്ച് അകത്തേക്ക് കയറി ബേസ്മെൻറ്റിലേക്കുള്ള സ്വിച്ച് അമർത്തുവാൻ അവൾ തുനിഞ്ഞതും ലിഫ്റ്റിലുണ്ടായിരുന്ന ആൾ ആ സ്വിച്ച് വേഗത്തിൽ അമർത്തി. ലിഫ്റ്റ് അടഞ്ഞ് മെല്ലെ താഴേക്ക് സഞ്ചരിക്കവേ അവൾ തനിക്കെതിരെ നിൽക്കുന്ന യുവാവിനെ ശ്രദ്ധിച്ചു. ആഷ് കളറിലുള്ള കോട്ടും സ്യൂട്ടും ധരിച്ചിരിക്കെ തന്നേക്കാളധികമായി ഒരു ടൈ അയാൾക്കുണ്ടെന്നതിൽ ഉടക്കി അവൾ അങ്ങനെ നിന്നു. ഹോസ്പിറ്റലിൻ്റെ പുതുക്കി പണിയുവാനിരിക്കുന്ന ഭാഗങ്ങളിലൊന്നിൽപ്പെടും ഈ ഏരിയ. പഴകിയ ലിഫ്റ്റ് ആയതിനാലും മറ്റുമൊക്കെ പേഷ്യൻസ് ആയാലും വർക്കേഴ്സ് ആയാലും അങ്ങനെ ആരും ഈ ഭാഗത്തേക്കോ ലിഫ്റ്റിലോ ഉണ്ടാകാറില്ല. മെയിൻ്റനൻസിലെ 2 പേർ ഒഴികെ മറ്റാരെയും കഴിഞ്ഞ 2 മാസങ്ങളായി താൻ ലിഫ്റ്റിൽ കണ്ടിട്ടില്ലെന്നത് അവൾ ഓർത്തെടുത്തു. ലിഫ്റ്റിലെ അധികം തെളിച്ചമില്ലാത്ത വെളുത്ത പ്രകാശത്തിന് മുകളിലെന്ന വിധം ഒരു വശത്തായി നിലച്ച CCTV ക്യാമറ നിലകൊള്ളുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് യുവാവ് തന്നെ ശ്രദ്ധിച്ചു നിൽക്കുന്നതായി അവൾക്ക് ശ്രദ്ധിക്കുവാൻ കഴിഞ്ഞത്. ഒരു നിമിഷം അവളൊന്ന് സ്തബ്ധയായിപ്പോയി. അല്പം മങ്ങിയിരുന്ന അവളുടെ ലിപ്സ്റ്റിക് ഇട്ട ചുണ്ടുകൾ വളരെ നേർത്തെന്ന വിധം തുറന്നുപോയി. അയാൾ തൻ്റെ കണ്ണുകളിലേക്ക് ഇറങ്ങിപ്പോകുമോ എന്നവളൊരു നിമിഷം ഭയപ്പെട്ടതും ലിഫ്റ്റ് ബേസ്മെൻറ്റിലെത്തി നിന്നു. അതിൻ്റെ അനക്കത്തിൽ നിന്നും പരിസരബോധം വീണ്ടെടുത്ത അവൾ ഒരു നിമിഷം യുവാവിനെയൊന്ന് നോക്കി. അയാൾ ചലനമില്ലാതെ പഴയപടി നിൽക്കുന്നത് കണ്ട അവൾ ധൃതിയിൽ തുറന്നു വന്ന ലിഫ്റ്റിൽ നിന്നും ഇറങ്ങി നടന്നു. ബേസ്മെൻറ്റിൽ പ്രധാനമായും പാർക്കിംഗ് ഏരിയയാണ്. താൽക്കാലികമായെന്ന വിധം നേരിയ വെളിച്ചം, വെളുത്ത പ്രകാശം മാത്രമാണവിടെ ഉണ്ടായിരുന്നത്. ഒഴിവില്ലാത്ത വിധം വാഹനങ്ങളാൽ നിറഞ്ഞിരുന്ന ഏരിയയിലൂടെ തൻ്റെ കാർ ലക്ഷ്യമാക്കിയെന്ന വിധം തിടുക്കം വിടാതെ ഹാൻഡ് ബാഗിൽ നിന്നും കീ എടുത്തുകൊണ്ട് അവൾ നടന്നു. അടയ്ക്കാതെ നിശ്ചലമായി കിടന്നിരുന്ന ലിഫ്റ്റിലെ അരണ്ട വെളുത്ത വെളിച്ചത്തെ പിന്തള്ളി കറുത്ത നിറമുള്ള വസ്ത്രം ലഭ്യമായ ഇരുട്ടിൽ അലിയിക്കും വിധം. അഫെയർ റിട്ടൺ ബൈ ഹിബോൺ ചാക്കോ, കോപ്പിറൈറ്റ് പ്രൊട്ടക്റ്റഡ്.